അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. താനിറങ്ങ. മാമനില്ലേ? ഉണ്ട് ഭാവന, വരൂ. ആരൊക്കെ ഇത്? ഇരിക്ക. എന്താ ഭാവന, പ്രതീക്ഷിക്കാത്തൊരു വിസിറ്റ്? മാമനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടാ വന്നത്. ഇതാരാ വന്നേന്ന് നോക്കിയതാ. ഞങ്ങളെ മുത്തശ്ശി മാമനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ ഭാവന, വല്ല സീരിയസ് മാറ്റർ ആണോ? അതെ. ജയേഷ് എവിടെ? അവൻ ആരെ കാണാൻ വേണ്ടി പോയേക്കുവാ. മാമ, ഞങ്ങൾ താമസിക്കുന്ന വീട് അമ്മയുടെ പേരിൽ വാങ്ങിച്ചു. ആണോ? നല്ല കാര്യം ഭാവന. പിന്നെ അമ്മയുടെ പേരുള്ള ആ വസ്തുവിന് ഒരു പാർട്ടി വന്ന് അഡ്വാൻസ് തന്നിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നു. ആ വസ്തു നോക്കിയിരുന്ന ആള് തന്നെയാ എന്നോട് പറഞ്ഞത്. ഇടപാട് കഴിയുമ്പോ മാമനെയും കാണേണ്ട രീതി കാണാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. സന്തോഷം ഭാവന. നിന്റെയൊക്കെ നക്കാപ്പിച്ച കാശ് ഇവിടെ ആർക്ക് വേണോടി? മുത്തശ്ശിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? ഞാനെന്ത് പറയാനാ, നിങ്ങൾക്കല്ലേ സന്തോഷിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അമ്മേ, അതെ മാമ, ഞങ്ങൾ വന്ന കാര്യം പറയാം. വസ്തുവിന് അഡ്വാൻസ് തന്ന ആ പാർട്ടി ഇപ്പൊ തന്ന അഡ്വാൻസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇങ്ങനൊരു കാര്യം. അതെന്താ അവരങ്ങനെ ഒന്ന് ചോദിച്ചത്? നിങ്ങൾ കാരണം ചോദിച്ചല്ലേ? അവരോട് ആരോ പോയി പറഞ്ഞെന്ന് ആ വസ്തുവിന് വേറെ അവകാശികളുണ്ടെന്ന്. അവകാശിയോ? അതെ മാമ, അങ്ങനെയാണ് അവർ പിന്മാറാൻ നിൽക്കുന്നത്. ഞാനറിയാത്ത ഏത് അവകാശം അത്? അതുകൊണ്ടാണ് മാമനോട് ചോദിക്കണമെന്ന് വെച്ചത്. നിന്റെ മുത്തച്ഛനെ എന്നെ പറഞ്ഞു പറ്റിച്ചതുപോലെ മറ്റാരെങ്കിലും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം? അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അമ്മ ഇങ്ങനെ പലതും പറയും ഭാവന, നിങ്ങളത് കാര്യമാക്കണ്ട. അങ്ങനെ അവകാശം പറഞ്ഞു വരണമെങ്കിൽ ഞാനോ അമ്മയോ അല്ലേ വരേണ്ടത്? പിന്നെ അതാരാ? അതറിയാനാ ഞങ്ങൾ വന്നത്. അവരോട് തന്നെ ആളെ കാണിച്ചു തരാൻ പറയണം. ഇതാരോ മനഃപൂർവ്വം പറയുന്നതായിരിക്കും, കച്ചവടം മുടക്കാൻ വേണ്ടി. എന്നാലും അതാരാണെന്ന് അറിയണ്ടേ? അത് കണ്ടുപിടിക്കണം. എന്തായാലും ഞങ്ങൾ ഒരിക്കലും വരില്ലെന്നറിയാലോ. നേരത്തെ ആയിരുന്നെങ്കിൽ വരുമായിരുന്നു. ഇനിയിപ്പോ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ പോകുന്നിടത്ത് അതിന്റെ ആവശ്യമില്ലല്ലോ. അതാരായാലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. ചിലപ്പോ ആ വസ്തുവിന് നോട്ടൗട്ടിരുന്ന മറ്റാരോ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ വഴിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചില്ല. എന്നാ അങ്ങനെയാവും ഭാവന. സാരമില്ല, കണ്ടുപിടിച്ചോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മാമ. അയ്യോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സാരമില്ല, ഇനിയും ആവാമല്ലോ. പോയിട്ട് അല്പം ധൃതിയുണ്ട്. എന്നാ ആയിക്കോട്ടെ. ശരി ശരി. എന്നാലും അതാരായിരിക്കും അവകാശി? എന്നാലും ആരായിരിക്കും സൂര്യ അതിന്റെ പിന്നില്? ആരായാലും വളരെ പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തന്നെയും തന്റെ കുടുംബത്തെയും വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് ഇതിന് പിന്നിലെന്ന്. നോക്കാം.
ഇട്ടിട്ടുണ്ടേ. ശരി. വല്യമ്മേ, ആഹാ, നിങ്ങളോ? വല്യമ്മ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വരികയാണല്ലോ. ആ, ഇതൊക്കെ പപ്പേട്ടന്റെ ജോലിയാ. പപ്പയുടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ചല്ലേ പറ്റൂ. നിങ്ങൾ എവിടെ പോയിട്ട് വരാ? മോഹനമാമനൊന്ന് കാണാൻ പോയതാ വല്യമ്മേ. എന്താ നിശ്ചയം ഒന്നും നടത്താമെന്ന് വല്ലതും പറഞ്ഞോ? അതിനല്ല വല്യമ്മ ഞങ്ങള് പോയത്. വേറൊരു പ്രശ്നമുണ്ട്. എന്താ മോളെ? വല്യമ്മ കേറ്. വല്യമ്മ കേറ്, പറയാം. അല്ല, എന്താ? എന്താ മോളെ കാര്യം? ആന്റിയുടെ വസ്തു വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് തന്നവര് ഇപ്പൊ അഡ്വാൻസ് തിരികെ ചോദിക്കുന്നു. അയ്യോ, അതെന്ത് പറ്റി? പക്ഷേ മോഹനമാമന്റെ സംസാരത്തില് അവരല്ല ഇതിന്റെ പിന്നിലെന്നാ പറഞ്ഞത്. അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട മോളെ. മോഹനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ ആളിനെ മാത്രമല്ല, ആളിന്റെ നിഴലിനെയും വെറുതെ വിടാൻ മടിക്കാത്തവനാ. പക്ഷെ എങ്ങനെ വിശ്വസിക്കും ആന്റി? തെളിവില്ലല്ലോ. അല്ലെങ്കിൽ അവകാശം പറഞ്ഞു പോയ ആളിനെ കണ്ടുപിടിക്കണം വല്യമ്മേ. ഹാ, അതിനാണോ പ്രയാസം? ഒന്ന് തുനിഞ്ഞിറങ്ങിയ അവൻ ആരായാലും പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലേ? ഇനിയിപ്പോ അടുത്ത വഴി അതാണ് ആന്റി. അല്ല മോളെ, ഇനിയിപ്പം ആ ബാക്കി കാശ് എങ്ങനെ കൊടുക്കും? വീടിന്റെ പ്രമാണം കഴിഞ്ഞില്ലേ? അതാ വല്യമ്മ പ്രശ്നമായത്. അവര് നാളെ വീട്ടിലോട്ട് വരും. ഷോ, വല്യച്ഛനും സ്ഥലത്തില്ലതായിപ്പോയി. ഞാനിപ്പോ ആലോചിച്ചേ ഉള്ളൂ. പപ്പേട്ടൻ കോയമ്പത്തൂർ തന്നെ താമസം തുടങ്ങിയ കോളാ. വല്യച്ഛന്റെ പോയ കാര്യമൊന്നും കഴിഞ്ഞിരിക്കില്ല വല്യമ്മേ. ആ, ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ആരാ ഈ ദ്രോഹം ചെയ്തെന്ന് അറിഞ്ഞോ? ഒരു പിടിയും കിട്ടുന്നില്ല അണ്ണാ. ആ മുത്തുരാജും മുരുകനും കൂടി എന്നെ വിളിക്കാൻ ഒരു തെറിയും ബാക്കിയില്ല. അവകാശി എന്ന് പറഞ്ഞ ആളിന്റെ എന്തെങ്കിലും ഒരു അടയാളം പറയാൻ പറഞ്ഞപ്പോ അവർക്കറിയില്ലെന്ന്.